ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഈ ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർ, അത് ഡബിൾ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ ചെയ്ത് തുടങ്ങാം അല്ലേ. അതിനുവേണ്ടി ഞാനിത് ഈ ഡബിൾ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. 4mm നീഡിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെയ്ത് തുടങ്ങാം അല്ലേ. നമുക്ക് 5 ചെയിനാണ് ആദ്യം വേണ്ടത്. 1 2 3 4 5 ചെയിൻ ആദ്യം ഇട്ടതിന് ശേഷം ഈ ഫസ്റ്റത്തെ ചെയിനിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പുറത്തെടുക്കുക. അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോളുണ്ട്. ഓക്കെ, ഇനി 3 ചെയിൻ ഇടുക. 1 2 3 ചെയിൻ. റൗണ്ടിലേക്ക് നമ്മൾ 24 ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 3 ചെയിൻ ഇട്ടത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൂട്ടി 23 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്യണം. ഓക്കെ, 2 3 4 ഇനി ഞാൻ ബാക്കി 24 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. നമ്മളിവിടെ ജോയിൻ ചെയ്ത് ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. 3 ഡബിൾ ക്രോഷ്യ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമുക്ക് അവിടെ എത്തിക്കണം. ഓക്കെ, ഈ സ്ഥലത്ത് ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എത്തി. ഇനി ആദ്യം 3 ചെയിൻ, 3 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. ഓക്കെ, അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ഇവിടെ ആയിട്ടുണ്ട്. 3 ചെയിൻ വെച്ച് ചെയ്തതും 2 ഡബിൾ ക്രോഷ്യയും. ഇനി 3 ചെയിന് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3. ഓക്കെ, ഇനി നമ്മൾ ഈ 2 1 2 വിട്ടതിന് ശേഷം ഇവിടെ ഈ സ്ഥലത്ത് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, ഇത് 2 1 2 വിട്ടതിന് ശേഷം 2 ഡബിൾ ക്രോഷ്യ വിട്ടതിന് ശേഷം മൂന്നാമത്തെ സ്ഥലത്ത് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 3 ഡബിൾ ക്രോഷ്യ, 3 ചെയിന്, 3 ഡബിൾ ക്രോഷ്യ, 2 3 ചെയിന്. ഓക്കെ, 1 2 3 ചെയിന്, 3 ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ 1 2 അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇതാ ഇവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഇനി അടുത്ത 1 2 കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് നമ്മൾ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ, 3 ചെയിന്, 3 ഡബിൾ ക്രോഷ്യ. 1 2 3 ചെയിന്, അതേ സ്ഥലത്ത് തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇനി അടുത്ത 2 ഇതാ ഇവിടെയുള്ള ഈ കാണുന്നത് 1 2 വിട്ടതിന് ശേഷം ഈ സ്ഥലത്ത് സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഇനി 2 വിട്ടതിന് ശേഷം ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, 3 ചെയിന്, 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി 2 വിട്ടതിന് ശേഷം ഇവിടെ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി ഈ 1 2 മൂന്നാമത്തതിൻ്റെ മേലെ 3 ചെയിൻ ഇട്ടില്ല ഫസ്റ്റ് തുടങ്ങിയത്. അപ്പോൾ അവിടെ നമ്മൾ ഇത് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതുപോലെ ജോയിൻ ചെയ്യുക. ഇതുപോലെയാണ് കിട്ടുക. 1 2 3 4 5 6 ഇതായിട്ട് 6 കോണ് വരുന്ന സ്റ്റാറാണ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, ഇനി അടുത്ത ലെയർ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെയർ തുടങ്ങാം. നെക്സ്റ്റ് ലെയർ ഈ സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത്, ഇവിടുന്ന്. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് സിംഗിൾ സ്റ്റിച്ച് ഇട്ട് അവിടത്തേക്ക് എത്തിക്കാം. ഓക്കെ, ഞാനിത് ആക്രിലിക് യാണ് വെച്ചാണ് ചെയ്യുന്നത്. മുമ്പ് ചെയ്ത 2 കോട്ടൺ യാണ് വെച്ചിട്ടായിരുന്നു ഈ സ്റ്റാർ ചെയ്തിട്ടുണ്ടായത്. നിങ്ങൾക്ക് ഏത് യാണ് വെച്ച് ചെയ്യാനാണോ ഇഷ്ടം, അത് ഏതാണോ നല്ലത് കിട്ടുന്നത് അത് വെച്ച് ചെയ്തോ. അപ്പോൾ സെക്കൻഡ് ലെയർ നമുക്ക് തുടങ്ങാം. ഇവിടുന്ന് 1 2 3 ചെയിന്, 1 2 3 ചെയിന്,
ഇവിടെ നമ്മൾ ഇവിടെയാണ് 3 ചെയിൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഇതിൻ്റെ 1 2 ഇതിൻ്റെ നടുക്ക്. ഇനി അടുത്ത ഒരു ഡബിൾ ക്രോഷ്യ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ, 2 ആയി. ഇനി ഈ ഗ്യാപ്പിൽ നമ്മൾ ഈ ചെയ്തിട്ടില്ല 3, അതാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. 3 ഡബിൾ ക്രോഷ്യ, 3 ചെയിന്, 3 ഡബിൾ ക്രോഷ്യ, 1 2 3. ഓക്കെ, ഇനി 3 ചെയിന്, 1 2 3 ചെയിന്, അതേ സ്ഥലത്ത് തന്നെ 3 ഡബിൾ ക്രോഷ്യ, 1 ഓക്കെ 3 ചെയിന്, 3 ഡബിൾ ക്രോഷ്യ, അങ്ങനെ 6 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇവിടെയും കൂടി ചെയ്യണമല്ലോ. നമ്മളിവിടെ 1 2 3 4 5 2 ഡബിൾ ക്രോഷ്യ, ഈ 3 ചെയ്തതിൻ്റെ മേലെയും ഗ്യാപ്പിൽ 3 ചെയ്തത് 5, ഇവിടെ 3 ഇവിടെ 5. ഇനി അതുപോലെ ഇവിടെയും ചെയ്യുമ്പോൾ ഇവിടെ 3 ചെയ്ത് അതിനുശേഷം ഈ സ്ഥലത്ത് ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ഫസ്റ്റ് ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ 4 ഡബിൾ ക്രോഷ്യ ആയി. ഇനി അടുത്തത് 5ാമത്തത് ഇതിൻ്റെ മുകളിൽ ചെയ്യാം. ഓക്കെ, ആദ്യത്തത് ഈ ഒരു ഗ്യാപ്പിൽ ചെയ്യുക, രണ്ടാമത്തത് ഇവിടെ ചെയ്യുക. ഓക്കെ, ഈ സൈഡിലും 5 ഡബിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. 3 2 5 3 5 പിന്നെ 7 9 11. അതുപോലെയാണ് ഇതിൻ്റെ ലെയർ പോവുക. അത് ഞാൻ ഇനി കാണിച്ചു തരാം. അപ്പം ഇവിടെ 5 ചെയ്ത്. ഓക്കെ, അതിനുശേഷം ഇവിടെ 1 ബാക്കിയുണ്ട്. ആ 1 വിട്ടിട്ട് നമ്മൾ അടുത്ത 3 ചെയ്ത ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതിൻ്റെ ഇവിടെ രണ്ടാമത്തതിൻ്റെ നടുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, 1. ഓക്കെ, അടുത്തതിൻ്റെ മേലെ 2 ഡബിൾ ക്രോഷ്യ അല്ല, 5 ഡബിൾ ക്രോഷ്യ അല്ല നമുക്ക് വേണ്ടത്. ഇനി ഈ ഗ്യാപ്പിൽ 3. ഓക്കെ, ഗ്യാപ്പിൽ 3 1 2 3. ഇനി 3 ചെയിന്, അതേ ഗ്യാപ്പിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യയും കൂടി. ഇനി ഇതേ ഗ്യാപ്പിൽ തന്നെ 1. ഓക്കെ, അതേ ഗ്യാപ്പിൽ തന്നെ ഞാൻ 3 കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയുടെ ഈ സ്ഥലത്ത് ഇവിടെയാണ് ഞാൻ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്, 4ാമത്തെ ഡബിൾ ക്രോഷ്യ. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ 5ാമത്തെ ഡബിൾ ക്രോഷ്യ. ഓക്കെ, 5. ഇനി 1 ബാക്കിയുണ്ട്, 1. ഇത് വിട്ടതിന് ശേഷം അടുത്ത 3 ചെയ്തതിൻ്റെ ഇവിടെ. ഓക്കെ, 1 അതിൻ്റെ അടുത്ത 3 ചെയ്തതിൻ്റെ ഇവിടെയാണ് അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഓക്കെ, 1 മനസ്സിലായല്ലോ. ഇനി അടുത്തത് രണ്ടാമത്തത് ഇവിടെ. ഇനി 3 ഗ്യാപ്പിൽ 3 ചെയിന് 3. ഓക്കെ, 3 ഈ ഗ്യാപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഈ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, അപ്പോൾ 4 അടുത്തത് ഇവിടെ. ഓക്കെ, 5. ഇനി ഇവിടെ 1 ബാക്കിയുണ്ട്. ഇത് വിട്ടതിന് ശേഷം അടുത്ത ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യുന്നത് ഇവിടെയാണ്, ഇതിൻ്റെ മേലെ അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്തതിൻ്റെ മേലെ 1. പിന്നെ 3 ചെയിന് 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇനി ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റത്തെ 5 ഡബിൾ ക്രോഷ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 3 ചെയ്തതിൻ്റെ മുകളിൽ ഇവിടെ 3 ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുക. അത് സെക്കൻഡ് ലെയർ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത്. ഓക്കെ, ഇവിടെ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നതാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.